കേട്ടുമാത്രം അറിഞ്ഞ ചമ്പു പ്രഭാഷണം എന്തെന്ന് ഒന്ന് കണ്ടറിയണം. അതിനായി വേദി വരെ ഒന്ന് പോയി. പക്ഷേ സംഭവിച്ചത് എന്താണ്? കണ്ടുവരാം. ചമ്പു പ്രഭാഷണം ചമ്പു പ്രഭാഷണം ചമ്പു ചമ്പു പ്രഭാഷണം വേദി 12-ലെ രാവിലെ 9:30 മുതൽ ചമ്പു പ്രഭാഷണമാണ്. ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം. എനിക്കും കൂടെ പറഞ്ഞോണ്ടോ? കളർഫുൾ ആണെങ്കിലും വിളിക്കും. അതെ, പോവാം. ഒരു രക്ഷയുമില്ല, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സദസ്സിലിരിക്കുന്നവർക്ക് അറിയുമായിരിക്കും. ഒന്ന് ചോദിച്ചു നോക്കാം. സംസ്കൃതത്തിന്റെ ചെറുതായിട്ടൊക്കെ 3 ദിവസമായിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ സംസ്കൃതം ടീച്ചറാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചമ്പു പ്രഭാഷണം എന്താണെന്നറിയോ? ഇല്ല. എന്തുവായി കേൾക്കുന്നത്? കേട്ടാ മനസ്സിലാവും. എല്ലാവരുടെ പരിപാടിയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ശരി, പ്രോത്സാഹനം നല്ലതാ. സംഭവം സിമ്പിളാണ്, പക്ഷേ കുറച്ച് പുരാണബോധമൊക്കെ വേണം. പിന്നെ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, പറഞ്ഞ് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. ശരിക്കും ചമ്പു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണം പറയണമെന്ന് വെച്ചാൽ ഗദ്യ പദ്യമയി ചമ്പു എന്നാണ് പറയണേ. അതായത് ഗദ്യവും പദ്യവും. നമ്മളിപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയണമെന്ന് വെച്ചാൽ നമ്മൾ കഥാപ്രസംഗം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരും? കഥാപ്രസംഗത്തിൽ എങ്ങനെ കഥയുണ്ട്, അതിൻ്റെ ഒപ്പം അതിനോട് യോജിച്ചതായ ശ്ലോകങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ ഉണ്ടാവും അല്ലേ? അത് തന്നെ അത് ആ ഒരു സംസ്കൃതത്തിൽ നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, അതാണ് ചമ്പു പ്രഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഭൂരിഭാഗം കുട്ടികൾക്ക് ഇപ്പോൾ സംസ്കൃതം പഠിക്കുന്നവരായാൽ പോലും ചമ്പു പ്രഭാഷണം ഒരു കോമ്പറ്റീഷനിലേക്ക് വേണ്ടി മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കലോത്സവം ഉള്ളത് കൊണ്ട് മാത്രം ബാക്കിയാകുന്ന ഒന്നാകുന്നു ചമ്പു പ്രഭാഷണം. ഇങ്ങനെയെങ്കിലും ഈ കലാരൂപം നിലനിൽക്കട്ടെ. കലോത്സവ നഗരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഫെബിനൊപ്പം റിപ്പോർട്ടർ സ്വാതി രാജീവ്, ഇൻ റിപ്പോർട്ടർ. ധന്യവാദ്.